പ്രിയ സുഹൃത്തുക്കളെ, ജനാധിപത്യത്തിൻ്റെ ബോധതലങ്ങൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് MP സ്ഥാനത്തേക്ക് ജയിക്കുകയും അത് കളഞ്ഞിട്ട് പോവുകയും ചെയ്തവരൊക്കെ ഒന്ന് മനനം ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ്. ചോദ്യങ്ങൾ 3 പേരാണ്. ഒന്ന് കെ രാധാകൃഷ്ണൻ സാറിനോട്, 2 രാഹുൽ ഗാന്ധിയോട്, 3 ഷാഫി പറമ്പിലിനോട്. ഈ ഷാഫി പറമ്പിലും രാഹുൽ ഗാന്ധിയും കെ രാധാകൃഷ്ണനും അവിടെ ചെന്നാൽ BJPക്കെതിരെ ഒറ്റക്കെട്ടായെന്ന് കൈ ഉയർത്തുന്നവരാണ്. നിങ്ങളുടെ ചെന്നില്ലായിരുന്ന കുഴപ്പമൊന്നുമില്ലായിരുന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഒരു കുഴപ്പമില്ല. താമരയെ ഒരു കുന്തവും ചെയ്യാൻ സാധിക്കത്തില്ല, താമരയ്ക്ക് വളമിടാനും സാധിക്കത്തില്ല, താമരയുടെ ഏതലൊട്ട് കുഴിക്കാനും സാധിക്കില്ല. ഇതാണ് നഗ്ന സത്യം. ഇനി 2, നിയമസഭാ ഇലക്ഷന് ഇപ്പോൾ ചേലക്കര അവിടെ നിന്നൊരു പ്രതിനിധി വരുന്നു, പിന്നെ പാലക്കാട് നിന്നൊരു പ്രതിനിധി വരുന്നു. ഇപ്പോൾ 2 പേരുടെ ചെന്നാലും ചെന്നില്ലെങ്കിൽ പിണറായി വിജയൻ്റെ രോമത്തെ പോലും തൊടാൻ ഒന്നും സാധിക്കില്ല. കാരണം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഭരിക്കുന്നത് എന്നത് മനസ്സിലാക്കിയിരിക്കുക. ഇത് കേന്ദ്രത്തിലും താഴെ കേരളത്തിലും. ഇനി എന്തിനായിരുന്നു ഈ ബൈ ഇലക്ഷൻ എന്ന ചോദ്യം ഭരണഘടനാപരമായ ഒരു നീതിയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായും സമ്മതിക്കാതെ ചെയ്തേ ഒക്കുള്ളൂ. അല്ലാതെ കേരളക്കാരെ കനപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം വീടിനെ കനപ്പിക്കാനും സ്വന്തം വീടിന് വേണ്ടിയാണ് എന്നത് മനസ്സിലാകാത്ത ആളുകളല്ല പാലക്കാടും ചേലക്കരയിലും കേരളത്തിലും ഉള്ളത് എന്നത് മറക്കാതിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം രാഹുലിനോട്. രാഹുൽ ഇവിടുന്ന് രാജിവെച്ചിട്ട് അവിടുത്തെ അതായത് ഇപ്പം അങ്ങ് ജയിച്ച് നിൽക്കുന്ന അവിടുത്തെ MP ആയി, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അതിന് പകരം അങ്ങ് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ട് നിർത്തി അങ്ങയുടെ പെങ്ങളെ. എന്താ ഇവിടെ നട്ടലുള്ളവരാരും ഇല്ലേ കോൺഗ്രസ്സുകാർ വയനാട് പ്രതികരിക്കാൻ? ഭയമുണ്ട് അവിടെ മത്സരിക്കാൻ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ദേശീയ നേതാവിനെ കൊണ്ടു നിർത്തി നല്ലൊരു നേതാവിനെ നന്ദലിനെ കിട്ടേണ്ട അല്ലെങ്കിൽ നാടിന് കിട്ടേണ്ട ഒരാളെ കളയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഓക്കെ, ഞാൻ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തെക്കുറിച്ചൊന്നും മോശമായിട്ടെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് അവരുടെയൊക്കെ നന്മ കാര്യം, അതായിക്കട്ടെ. രാധാകൃഷ്ണൻ സാറ് ഒരു നല്ല നേതാവായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു വരികയും അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള വ്യക്തി എന്ന് തന്നെ പറയാം. അത് ഒരു കളങ്കവും ഇല്ലാത്ത അല്ലെങ്കിൽ സത്യമില്ലാത്തതല്ല, അത് സത്യമാണ്. അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. അദ്ദേഹം MP സ്ഥാനത്തേക്ക് പോയി. ഇനി ഇടതുവശത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLA ആയി നിന്ന ഒരാളെ അല്ലാതെ മറ്റൊരാളെ സംവരണ സീറ്റിൽ നിർത്തി ജയിപ്പിക്കാൻ സാധിക്കൂലായിരുന്നോ ഇടതിന്? പിന്നെ എന്ത് കൊടിയാണ് നമ്മൾ ഇത്ര ഉയർത്തിയിരിക്കുന്നത്? എന്ത് അരിവാളാണ് പിടിച്ചിരിക്കുന്നത്? എന്ത് ചുറ്റിക നക്ഷത്രം നമ്മുടെ കൂടെ ഉള്ളത്? പിന്നിൽ നിൽക്കുന്ന അടുത്തൊരു സഖാവിനെ പണിഞ്ഞുകൊണ്ടുവരാൻ നിർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് നേതൃത്വം കൊടുക്കുന്നത്? ഇതാണ് ഇടതിനുള്ള എൻ്റെ ഒരു ചോദ്യം. ഇനി ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന ഒരു MLA, അതെനിക്ക് തോന്നുന്നു MLA സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ VD സതീശനൊക്കെ എന്നിട്ട് സംസാരിക്കാൻ അറിയാം എന്നുള്ള ഒരു ഉത്ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. സത്യമാണ്. അപ്പം അദ്ദേഹത്തെ ഇവിടെ നിന്ന് നേരെ കെട്ടിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു ശല്യം ഇവിടെ തീരുകയും ചെയ്യും, പിന്നെ കേന്ദ്രത്തിൽ സീറ്റ് കിട്ടുകയും ചെയ്യും. അത് ശ്രീമതി ടീച്ചറിനെ പോലുള്ള ശൈലജ ടീച്ചറിനെ പോലുള്ള ടീച്ചറിൻ്റെ പ്രാഭവത്തെ തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അതിനൊക്കെ വാക്ചാതുര്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ജയിച്ചു. ഇനി ഈ MLA മാരും ഈ MP മാരും ഇവിടെ കേരളത്തെ അങ്ങ് കനപ്പിക്കുക എന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, അല്ല എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷന് ചിലവായതിൻ്റെ പകുതി പൈസ, ഇത് രണ്ടും കേന്ദ്രത്തിലേക്ക് പോയതിൻ്റെ ആണല്ലോ. പകുതി പൈസ അതാത് പാർട്ടികൾക്ക് ഈ കൊടുക്കാൻ സാധിക്കുമോ? ഈ ചിലവിൻ്റെ പകുതി പൈസ അല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മേലാൽ MLA സ്ഥാനത്ത് നിന്ന് MP സ്ഥാനത്തേക്ക് മത്സരിക്കാനോ MP സ്ഥാനത്ത് നിന്ന് താഴെ വന്ന് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനോ മുതിരരുത്. ഇതിനിവിടുത്തെ രാഷ്ട്രീയക്കാർ കൈവെക്കൂല. കാരണം എന്താ? കീശയിൽ നിറങ്ങും എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഇനിയുമുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ വേണം എന്ന് പറയപ്പെടുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നത് മറക്കാതിരിക്കുക. ഈ ചിലവ് മുഴുവൻ ഭാരിച്ച ചിലവ് മുഴുവൻ സർക്കാരിൻ്റെ അണ്ണാക്കിലെങ്കിരുന്നോട്ട് ഞങ്ങളുടെ വീടങ്ങ് കനത്തോട്ട് എന്നുള്ള ഈ ചിന്ത ഒരിക്കലും ജനായത്ത ബോധത്തിന് ചേർന്നതല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് നിങ്ങൾ മെമ്പർ ഓഫ് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ഒന്നും നിങ്ങൾ കൈവെക്കൂല, എനിക്ക് നന്നായിട്ട് അറിയാം. പൊക്കൂലെങ്കിലും സാധാരണക്കാർക്ക് ഈ വിവരവും ബോധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പേര് ജോൺസൺ കരൂർന്ന് നന്മയോടെ നിർത്തുന്നു.